കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പകൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമേറിയ ഈ വിശുദ്ധ പകൽക്കാലം വിശുദ്ധ ആരാധനയ്ക്കായി ഇവിടെയുള്ള ദൈവസഭയോട് ചേർന്ന് ആരാധിപ്പാൻ, ദൈവത്തിൻ്റെ സാക്ഷ്യമായി നിൽപ്പാൻ പരിശുദ്ധാത്മാവിൻ്റെ ജീവിതത്തിൽ നൽകി തന്ന വിലപ്പെട്ട അവസരത്തിനായി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ഇതിൻ്റെ അതിസ്ഥാപകനായി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന മനസ്സിലെ ദേവദാസൻ റോയ് പാസ്റ്റർ അവர்கள் കുടുംബം, ഈ സഭയുടെ ഇപ്പോഴത്തെ ചുമതല വഹിക്കുന്ന മനസ്സിലെ ദേവദാസൻ, കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ ജനത്തിനായി പ്രാർത്ഥിക്കുകയും ഇതിൻ്റെ ചുമതല വഹിക്കുകയും ചെയ്തിരിക്കുന്ന വാത്സല്യ ദേവദാസൻ കുടുംബം, മറ്റു വേദിയിലായിരിക്കുന്ന അഭിഷക്തൻ, ഈ ആരാധനയ്ക്കായി എത്തിയ എല്ലാ ദൈവമക്കൾ, വിശേഷാൽ കുഞ്ഞുങ്ങൾ എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിലുള്ള പ്രത്യേക വന്ദനം കർത്താവിൻ്റെ നാമത്തിൽ അറിയിക്കുന്നു. പരിശുദ്ധ കർത്താവ് നമ്മളെ ഏവരെയും ധനമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. അവനതേ ആത്മീയ ഒത്തിരി പ്രാർത്ഥനയിൽ ബന്ധം എനിക്കും വാത്സല്യ അതേ ദേവദാസന്മാരുമായിട്ട് അതേ പ്രാർത്ഥന ബന്ധമുള്ളത് കൊണ്ട് അതേ പ്രാർത്ഥിക്കുന്നു എന്ന് ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു. അവൻ ആ പ്രാർത്ഥനയുടെ പ്രതിഫലമാണ് ഇത്രത്തോളം കർത്താവ് നിർത്താൻ കർത്താവ് സഹായപ്രദമായി തീർന്നത്. ഹല്ലേലൂയ. അവൻ അതേ പ്രാർത്ഥനയില്ലായിരുന്നെങ്കിൽ, അവൻ ഉപവാസമില്ലായിരുന്നെങ്കിൽ എന്നേ അതേ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു പോകേണ്ടെന്ന ഒട്ടനവധി അനുഭവങ്ങൾ ജീവിതത്തിൽ വരെ ശക്തമായി കടന്നു വന്നു. ഈ ഫാസ്റ്റിംഗ് പ്രേയറും അങ്ങനെയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ജീവനോടെ നിൽപ്പാൻ പരിശുദ്ധാത്മാവ് അവസരങ്ങളെ നൽകിയത്. ഹല്ലേലൂയ. അവൻ ദേവദാസന്മാർ ഉച്ചരിച്ചതുപോലെ അവൻ അതേ ഞാൻ ആത്മാവിൽ അവൻ അതേ പ്രഖ്യാപിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. അവൻ നമ്മുടെ നിലനിൽപ്പിനെ നോക്കി ഒരു ആഭിചാരകനോ ഒരു മന്ത്രവാദികൾക്കോ അവൻ വിധി എഴുതാൻ അതേ പറ്റുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ എൻ്റെ സ്ഥലത്തിൻ്റെ അതേ പേര് ദേവദാസൻ ഉച്ചരിച്ചല്ലോ. ആ ദേവദാസനെ ഞാൻ പാർക്കുന്ന ദേശത്തിൻ്റെ പേര് ഉച്ചരിച്ചല്ലോ. കുണ്ടോം മലനട എന്നാണ്. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ പേര് കേട്ട ക്ഷേത്രങ്ങൾ അത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് കുണ്ടോം മലനട. ആഭിചാരകന്മാർക്ക് കുറവില്ല, ലക്ഷണം പറയുന്നവർക്ക് കുറവില്ല, അവൻ ശകുനവാദികൾക്ക് പോലും കുറവില്ലാത്ത ഒരു ദേശമാണ് കുണ്ടോം മലനട. അതിന് നടുവിലാണ് കർത്താവ് നിർത്തിയത്. ഹല്ലേലൂയ. വേഗത്തിൽ ഇരിക്കാൻ ദൈവാത്മ പറഞ്ഞതിൻ്റെ ഉദ്ദേശം അങ്ങനെ തന്നെയാണ്. അവൻ അതേ ദൈവപാദത്തിന് മുട്ടുമടക്കി അതിൻ്റെ പ്രാരംഭ സമയം തന്നെ അതിൻ്റെ റിസൾട്ടുകൾ കേൾക്കാൻ ദൈവാത്മാവ് സഹായപ്രദമായി തീർന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവനാ പോകുന്നവന് ഒറ്റയാഴ്ച ആയുസ്സേ ഉള്ളൂ എന്ന് പറഞ്ഞ ആഭിചാരകൻ പാർക്കുന്ന ദേശത്ത് ദൈവാത്മാവ് നിർത്തിയത്. ആഴ്ചകൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. ദൈവാത്മാവ് നിർത്തിയതിന്റെ അവനെ പിൻപിലെ രഹസ്യം എന്ന് പറയുന്നത് അവൻ പ്രാർത്ഥനയൊന്നു മാത്രമാണ്. ഹല്ലേലൂയ. ആഹാരം കഴിക്കാതെ എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കാം, വെള്ളം കുടിക്കാതെ എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കാം. ഒരു കാര്യം ദൈവസഭയെ നോക്കി ആത്മാവിൽ അവൻ പ്രവചിക്കാൻ ആത്മാവ് ഒരു വാക്ക് നൽകി തരികയോ, പ്രാർത്ഥനയില്ലാതെ നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല എന്ന് മകൾ അവൻ ആത്മാവ് സഭയെ നോക്കി 100 വിളിച്ചു പറയുകയോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു വാക്യം വായിക്കാം. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. പുസ്തകം തുറക്കാനോ നോക്കുവാനോ സ്വർഗ്ഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല. പുസ്തകം തുറന്ന വായിപ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായ ആരെയും കാണായതുകൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയേണ്ട, യഹൂദ ഗോത്രത്തിന്റെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇന്ന് പകൽ ദൈവസഭയെ നോക്കി പറയുവാൻ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ നൽകി തന്ന ആ ദൈവിക തിരുവെഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളൊരു ചെറിയ കൂട്ടം അതേ പരസ്യയോഗത്തിന് വേണ്ടി പോകുന്നുണ്ട്. സ്തോത്രം. ആ പരസ്യയോഗത്തിൻ്റെ അവൻ അതേ ഒരു പ്രത്യേക ഘടകമാണ് വാത്സല്യ സോമനച്ചാൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എൻ്റെ മകളുടെ അതേ മൂത്ത മകൻ 2ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഞങ്ങളോട് കൂടെ പരസ്യയോഗത്തിന് വേണ്ടി അറ്റൻഡ് ചെയ്യും. എന്നോട് ചേർന്ന് 4 മണിക്ക് അദ്ദേഹം എഴുന്നേൽക്കും. സ്തോത്രം. തലേ രാത്രി തന്നെ പരസ്യയോഗത്തിന് വേണ്ടി കൊണ്ടുപോകുന്ന ഡ്രസ്സ് അദ്ദേഹം മടക്കി അവൻ അതേ കട്ടിൻ്റെ മുകളിൽ ഒരു ഭാഗത്ത് കൊണ്ടുവയ്ക്കും. സ്തോത്രം. ഈ തണുപ്പത്ത് വരുന്നത് കൊണ്ട് മറ്റൊരു ബ്രദർ ഒരു ഓവർകോട്ട് അദ്ദേഹത്തിന് കൊടുത്തു.
സ്തോത്രം. അതും മടക്കി അതിന് ഭാഗത്ത് വെക്കും. എന്നിട്ട് ഞാൻ 2 മണി 3 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റ് എൻ്റെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് എഴുന്നേൽക്കുമ്പോൾ അദ്ദേഹം എന്നോട് ചേർന്ന് എഴുന്നേറ്റ് പരസ്യത്തിന് വേണ്ടി വരും. സ്തോത്രം. അല്പസമയം അത് ബ്രേക്കായിപ്പോയി. കാരണം അദ്ദേഹത്തിന് ചില ജലദോഷത്തിൻ്റെ അസ്വസ്ഥത പിടിച്ചു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ആ സ്കൂളിൽ കടന്നു പോയാലും ക്ലാസ്സിലിരുന്ന് അങ്ങ് ഉറങ്ങും. സ്തോത്രം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, അല്പനിമിഷം താൻ ബ്രേക്ക് ചെയ്യും, നമുക്ക് സ്കൂൾ അടച്ചിട്ട് വീണ്ടും നമുക്ക് പരസ്യത്തിന് പോകാം എന്ന് പറഞ്ഞു. സ്തോത്രം. വലിയ നിർബന്ധമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഈ പകൽ ഞാനിവിടെ ശുശ്രൂഷയ്ക്കായി ഈ ഫ്ലാറ്റ് 2 നിൽക്കുമ്പോൾ അവരായിരിക്കുന്ന മേഖലയിലും ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു. ആ ദൈവസാന്നിധ്യ ശക്തിയോടെ അവിടെയും ചലിക്കപ്പെടുന്നുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവസഭയെ നോക്കി പറയാൻ പറഞ്ഞ ആ ദൈവിക സന്ദേശം ഇതാണ്: പുസ്തകം തുറപ്പാനും അതിൻ്റെ മുദ്രകളെ പൊട്ടിപ്പാനും ആരെ കാണായതുകൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. ആമേൻ. യോഹന്നാൻ കരയുന്നത് കണ്ടിട്ട് നമുക്കൊരു പക്ഷെ ചോദിക്കാം, എന്തിനാ യോഹന്നാനെ നീ കരയുന്നത്? ചോദിച്ചു കഴിഞ്ഞാൽ യോഹന്നാൻ പറയും, ഈ പുസ്തകത്തിനകത്തൊരു അനുഗ്രഹം കിടപ്പുണ്ട്, ഈ പുസ്തകത്തിനകത്ത് ന്യായവിധികൾ കിടപ്പുണ്ട്, ഈ പുസ്തകത്തിനകത്ത് ദൈവം നിയോഗമടങ്ങിയിട്ടുണ്ട്, ദൈവിക പദ്ധതികൾ അടങ്ങിയ പുസ്തകമായത്. ആ ദൈവിക പദ്ധതി എന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരാൻ, ആ ദൈവിക അനുഗ്രഹം എന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരാൻ ഈ പുസ്തകം തുറപ്പോൾ ഞാൻ ആരെയും കാണുന്നില്ല. ഹല്ലേലൂയ. നാളുകൾ കരയുന്നില്ലേ? ഒരു നിയോഗം എന്റെ ജീവിതത്തിൽ വ്യക്തമായി വെളിപ്പെട്ടു വരണമെന്ന് നാളുകളായി കരയുന്നില്ലേ? ഒരു ദൈവിക പദ്ധതി എന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരണമെന്ന് നാളുകളായി ദൈവത്തെ നോക്കി ആഗ്രഹിക്കുന്നില്ലേ? കർത്താവേ, ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഭജന വ്യവസ്ഥ എന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരണമെന്ന്. ഇന്നൊരു പകൽക്കാലം ആത്മാവിന്റെ നിറവിൽ നിന്ന് വിളിച്ചു പറയാം, യോഹന്നാനെ പോലെ ഇന്ന് പകൽക്കാലം ആര് ദൈവസന്നിധിയിൽ ആഗ്രഹത്തോടെ, തികഞ്ഞ വിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ കരയാൻ തുടങ്ങുന്നുവോ, ഈ പകൽക്കാലം നിനക്കൊരു ഉത്തരമുണ്ട്. കരയുന്നതിന് ജീവിതത്തിൽ ഒരു ദൈവിക പദ്ധതിയെ വെളിപ്പെടുത്താൻ ഒരു വലിയ ഉത്തരം നിനക്ക് വേണ്ടി നൽകി തരാൻ ഈ പുസ്തകത്തിൽ വ്യാപരിക്കുന്ന ദൈവത്തിന് കഴിയും. അമ്മേ. പുസ്തകം തുറപ്പാണെങ്കിലും ഇതിനെ മുദ്ര പൊട്ടിക്കാനെങ്കിലും ആരെ കാണായക കൊണ്ട് യോഹന്നാൻ ഏറ്റവും കരഞ്ഞപ്പോൾ, സ്തോത്രം, മൂപ്പന്മാരിൽ ഒരുവൻ മുന്നോട്ട് വന്ന് വിളിച്ചു പറഞ്ഞു, നീ കരയണ്ട, നീ കരയണ്ട. ഈ പുസ്തകം തുറപ്പാനും ഇതിനെ മുദ്രകളെ പൊട്ടിക്കാനും യോഗ്യനാകുന്ന ഒരുവൻ ജയം പ്രാപിച്ചിരിക്കുന്നു. ഈ പകൽക്കാലം ആത്മവിശക്തമായി പ്രവചനാത്മാവിൽ ഇടപെടുന്നൊരു തോന്നുണ്ട്. കരയണ്ട കുഞ്ഞേ, ഈ പുസ്തകം തുറക്കുവാനും ഇതിനെ മുദ്രകളെ പൊട്ടിക്കുവാനും യോഗ്യനാകുന്ന ഒരുവൻ. ദൈവം, നീ ആരാധിക്കുന്ന ദൈവമുണ്ടല്ലോ, നിന്റെ കണക്കുകൾക്കും അപ്പുറമാകട്ടോ, നിന്റെ കാൽക്കുലേഷനും അപ്പുറമോ ഇവർ യോഗ്യനാകുന്ന ദൈവമാണ്. യോഗ്യനാകുന്നവൻ മാത്രമല്ല, ഇവൻ ജയം പ്രാപിച്ചവനാ. എന്താ ജീവിതത്തിൽ പരാജയത്തിന്റെ വ്യവസ്ഥകൾ പിശാച് കൊണ്ടുവരുമ്പോൾ ആത്മാവിൽ വിളംബരം ചെയ്യില്ല, തളരത്തില്ല, ഈ വിഷയത്തിൽ വീണുപോകത്തില്ല. ഞാൻ ആരാധിക്കുന്ന എന്റെ ദൈവം ജയം പ്രാപിച്ചവനാ. ജയം പ്രാപിച്ചവൻ മാത്രമല്ല, അവന്റെ അഡ്രസ് വ്യക്തമായി പറയുന്നുണ്ട്. അവൻ യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമാകുന്നവൻ. ഒരു ഞായറാഴ്ച ഞാൻ ആരാധനയ്ക്കായി കുടുംബമായി കടന്നുപോയി ആരാധനയ്ക്കായി സംബന്ധിച്ചു. അതിന്റെ തലേ രാത്രിയിൽ ഒരുവനോട് വിളിച്ചു പറയുകയാണ്, ഇവന്റെ തായ്വേര് വരെ പിഴുതു കളയാൻ എന്റെ പക്കൽ ആളുണ്ട്.
പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഉറക്കം വരുന്നില്ല ആ രാത്രിയിൽ. എങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് ഉറക്കം വരാതിരുന്നപ്പോൾ ഈ വാക്കു കേട്ട അനന്തരം ഞാൻ വേഗത്തിൽ ഉറങ്ങിപ്പോയി. അദ്ദേഹം മറ്റൊരുത്തരോട് പറഞ്ഞത്, അവൻ ഇവന്റെ തായ്വേര് വരെ പിഴുതു കളയാം, എനിക്ക് ആളുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. അവൻ പിറ്റേന്ന് സഭാരാധന കഴിഞ്ഞ് അവൻ മടങ്ങി വരുമ്പോൾ എന്നിട്ട് അതിന്റെ അവൻ നടുവിൽ നിന്ന് ഒരു പറങ്കാവ് പിഴുതു വീണു. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പകലിൽ ഈ വാക്കു പറയാൻ ഞാൻ ഉദ്ദേശിച്ചതല്ല കേട്ടോ. എന്താ ദൈവാത്മം നിയോഗിച്ചതറിയാമോ? നിന്റെ ഭവനത്തെ പിഴുതെറിയാൻ, നിന്നെ പിഴുതെറിയാൻ അവൻ പിശാചു വെല്ലുവിളിച്ച് അവൻ നിന്റെ പ്രാണനെ വാദിക്കുമ്പോൾ ഈ പകൽക്കാലം ആത്മാവിശക്തമായി അവൻ പറയാൻ പറയുന്നു, ദാവീദിന്റെ വേരാകുന്നവൻ. അവനിൽ ആശ്രയിക്കാമോ? നീ അവനെ ആശ്രയിക്കാമോ? അവൻ പിഴുതെറിയപ്പെടത്തില്ല കേട്ടോ. ഹല്ലേലൂയ. ദാവീദിന്റെ വേരാകുന്നവനിൽ നീ ആശ്രയിച്ച നീ ഉറച്ചു നിൽക്കും. ജീസസ്. ആടി ഉലയുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ പക്ഷേ കടന്നു വരാം. അവൻ വീണ് നീ പോകത്തില്ല. അവൻ നിന്നെ ഉറപ്പിച്ചു നിർത്തുന്നത് അവൻ ദാവീദിന്റെ വേരാകുന്നവനാ. ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പകൽക്കാലം ആ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒന്ന് സമർപ്പിച്ചു കൊടുക്കാമോ? പ്രൈസ് ദി ലോർഡ്. അവൻ പരിശുദ്ധമായി ശക്തമായി പറയാൻ പറയുന്നു, അവൻ അത് യഹൂദ ഗോത്രത്തിലെ സിംഹമാകുന്നവൻ ഈ പട്ടണത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അവൻ ചിലതിൽ നീക്കം വരുമെന്ന് ഇന്ന് പകൽ ദൈവാത്മാവ് പറയാൻ പറയുന്നു. ജീസസ്. ഞാനാണ് ഉയർന്നു നിൽക്കുന്നത്, അവൻ എന്റെ പക്കലാണ് ഇതെല്ലാം എന്ന് പറയുന്ന ചിലതിന് നീക്കമുണ്ടാകുമെന്ന്. ജീസസ്, ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ചിലതിന് മെന്റൽ ഡിപ്രഷനായി അവൻ ദേശത്ത് കാണാതെ വരുന്ന ഒരു പ്രത്യേക തലത്തെ ആത്മാവിശക്തമായി വെളിപ്പെടുത്തി കൊണ്ടുവരികയാണ്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. അവൻ ബാംഗ്ലൂരിന്റെ പ്രദേശത്ത് ഹൊരോമാവ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവരുടെ ഏജ് ചർച്ചിൽ ശുശ്രൂഷയ്ക്കായിട്ട് അവരെ ക്ഷണിക്കുമ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഒരു യൗവനക്കാരൻ, നല്ല ആരോഗ്യമുള്ളൊരു മനുഷ്യൻ, അവൻ ഇറങ്ങി വന്നിട്ട് അവൻ വല്ലാതെ ഒന്ന് വെട്ടിച്ചിട്ട് അതിന്റെ തലമുടിയെല്ലാം അവൻ വിടർത്തിയിട്ടു. എന്നെ രൂക്ഷമായിട്ടൊന്ന് നോക്കാനിയായി തീർന്നു. സ്തോത്രം. അന്നത്തെ പകൽക്കാല ശുശ്രൂഷ ഒരു വല്ലാത്ത നിലവാരത്തിൽ അവൻ അത് എത്തി. സ്തോത്രം. അത് 1 മണി വരെ 1:30 വരെ തികച്ചു. ഞാൻ കിടന്നുറങ്ങി. സ്തോത്രം. 6 മണിയാകാൻ നേരത്താണ് ഞാൻ എഴുന്നേറ്റത്. സ്തോത്രം. ഹല്ലേലൂയ. പെട്ടെന്ന് ഞാൻ നിലവിളിച്ചു പോയി ദിവസം. അവൻ ദൈവാത്മാവ് പറഞ്ഞു, അവൻ ചില കെട്ടുകൾ ഈ രാത്രി ശുശ്രൂഷയിൽ തമ്പുരാൻ അഴിക്കും. അന്നവിടെ ശുശ്രൂഷിച്ച ദൈവദാസന്റെ ഉൾപ്പെടെയുള്ള അവൻ ബന്ധനങ്ങളെ ദൈവാത്മാവ് രാത്രിയിൽ അഴിപ്പാനിടയായി തീർന്നു. അവൻ ശുശ്രൂഷ ശക്തിയോടെ ദൈവാത്മാവ് കരത്തിലേറ്റപ്പോൾ അവൻ ദൈവാത്മാവ് ഒരു ദൂതം നൽകി തന്നു. ഒരു കാര്യം വളരെ വ്യക്തമായി വിളിച്ചു പറയാം, ഇന്നും അവൻ ആർക്കും പിടികൊടുത്തിട്ടില്ല മനുഷ്യൻ. ഇന്ന് രാത്രി ഈ പകൽക്കാലം വിളിച്ചു പറയാൻ ദൈവാത്മാവ് ശക്തമായ ഒരു ആലോചന നൽകി തരിക. ഉയർന്നു നിൽക്കുന്ന ചിലതിന് ഈ ദേശത്തിന് മാറ്റം വരും. എന്താ കാരണം അറിയാമോ? അവൻ ഒരുവൻ ഈ പട്ടണത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. യഹൂദ ഗോത്രത്തിലെ സിംഹമാകുന്നവൻ ഈ പട്ടണത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അവൻ വിശാലത നൽകി തരാൻ, സഭയുടെ മേൽ ഉത്തരവാദിത്വമുള്ളവൻ, അവൻ സഭയ്ക്ക് വിശാലത നൽകി തരുവാൻ, അവൻ സഭയത്തെ അവൻ ഉറപ്പിക്കാൻ അവൻ കഴിയുന്നവൻ, അധികാരമുള്ളവൻ ഈ പട്ടണത്തിൽ ഇറങ്ങിയിട്ടുണ്ട്.
ഹല്ലേലൂയ. അവർ ഒറ്റ ദൂത ദൈവം അന്ന് നൽകി തന്നത്. അവൻ സഭയ്ക്ക് വേണ്ടി അവൻ തമ്പുരാൻ ദേശത്ത് അവനത് വ്യാപരിക്കപ്പെടുന്നുണ്ട്, ഇറങ്ങിയിട്ടുണ്ട്. അവൻ ചിലർക്കത് ന്യായവിധിയായി വെളിപ്പെടും, അവൻ ചിലർക്കത് അനുഗ്രഹമായി വ്യാപരിക്കപ്പെടും. അവൻ പട്ടണത്തിൽ ചിലർക്ക് അവൻ പ്രകടമായി വ്യാപരിക്കപ്പെടും, അവൻ ചിലർക്ക് അത് അനുഗ്രഹമായി വ്യാപരിക്കപ്പെടും. അവൻ മുസ്ലിം സഹോദരങ്ങൾ ആരാധനയ്ക്കായിട്ട് ചില കുടുംബങ്ങൾ, അങ്ങനെയുള്ള ചില കുടുംബങ്ങൾ അവൻ ആരാധനയ്ക്കായിട്ട് ഈ സഭയിൽ മെമ്പർഷിപ്പ് പ്രാപിച്ച് അവൻ നിങ്ങളോട് ചേർന്ന് ആത്മാവിൽ ആരാധിക്കുന്ന ഒരു വെളിപ്പാടിലേക്ക് പരിശുദ്ധനെ കൊണ്ടുപോകുകയാണ്. ദൈവം ചെയ്തെടുത്ത ദൈവ സഭയുടെ മുഖഛായയെ അവൻ തമ്പുരാൻ മാറ്റി വിളിക്കുന്നു. ആത്മഭാരത്തോടെ എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? നിശ്ചയമായിട്ടും മറുപടി ശക്തിയോട് പാലിക്കും. മറന്നു പോകല്ലേ, അവൻ നീ ആരാധിക്കുന്ന ദൈവം അവൻ ദാവീദിന്റെ പേരാകുന്നവനാണ്. ഇല്ല, നീ ആടി പോകത്തില്ല, നീ വീണ് പോകത്തില്ല. നിന്നെ ഉറപ്പിക്കാൻ സർവശക്തൻ നിങ്ങളുടെ കൂടെ. നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കാൻ സഹായിക്കുകയും വാക്കുകൾക്ക് വിരാമെഴുന്നു. തമ്പുരാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും.